പർവ്വതമല, ഒരത്ഭുതമല. തമിഴ്നാട്ടിലെ തിരുവണ്ണാമല ജില്ലയിലാണ് പ്രശസ്തമായ പർവ്വതമല നിലകൊള്ളുന്നത്. 5500 ഏക്കർ വിസ്തൃതി, 26 കിലോമീറ്റർ ചുറ്റളവുള്ള പർവ്വതമല മഹാദേവമല, കൊല്ലിമല, സുരുളിമല, പൊതികൈമല, വെള്ളിയാങ്കിരിമല, ചതുരഗിരിമല എന്നതുപോലെ പർവ്വതമലയും സിദ്ധമലയായി പ്രശസ്തമാണ്. എല്ലാ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ് മലയിലേക്ക് തമിഴ്നാട് വനം വകുപ്പ് ഭക്തരെ കടത്തിവിടാറുള്ളത്. അതിനുവേണ്ടി എത്തിയവരെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. രാമരാവണ യുദ്ധത്തിൽ രാമലക്ഷ്മണന്മാരുടെ ജീവൻ രക്ഷിക്കാൻ മൃതസഞ്ജീവനി തേടി ഹിമാലയത്തിലെത്തിയ ഹനുമാന് ആ ദിവ്യ സസ്യങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഹിമവാന്റെ അനുമതിയോടെ ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ മല തന്നെ ഉയർത്തിക്കൊണ്ട് ലങ്കയിലേക്ക് കുതിക്കുകയാണ് ഹനുമാൻ. ആ യാത്രയിൽ മലയുടെ ഒരു ഭാഗം അടർന്ന് താഴെ പതിച്ചതാണ് പർവ്വതമല എന്നാണ് വിശ്വാസം. ഇത് കവാടത്തിലുള്ള ഹനുമാന്റെ ക്ഷേത്രമാണ്. ഹനുമാനെ നമസ്കരിച്ചതിന് ശേഷമാണ് എല്ലാ ഭക്തരും പർവ്വതമലയിലേക്ക് യാത്ര തിരിക്കുന്നത്. നമസ്തേ. തമിഴ്നാട്ടിലെ പർവ്വതമലയ്ക്കരികിലാണുള്ളത്. ഭൂമിയിൽ മഹാദേവൻ ആദ്യമായി കാലുകുത്തിയ പ്രദേശമാണ് പർവ്വതമല. വളരെയധികം ശക്തിയുള്ള മഹാദേവൻ്റെ ക്ഷേത്രമാണ്. പർവ്വതമലയുടെ മുകളിലേക്ക് എത്താൻ വേണ്ടി 1200-ലധികം പടികളും പിന്നെ 7 വ്യത്യസ്തമായ പാതകളും താണ്ടി വേണം നമുക്ക് മലയുടെ മുകളിലെത്താൻ. അപ്പോൾ പർവ്വതമലയുടെ കാഴ്ചകളിലേക്ക് മഹാദേവനെ കാണാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. പർവ്വതങ്ങളുടെ രാജാവാണ് പർവ്വതമല. നബരമല, തെങ്കിലയം, തൃശൂലഗിരി, സഞ്ജീവനിഗിരി, പർവ്വതഗിരി, കണ്ഠമല, മല്ലികാർജുൻ മല എന്നീ പേരുകളിലും പർവ്വതമല അറിയപ്പെടുന്നു. നന്നൻ എന്ന നാട്ടുരാജാവാണ് പർവ്വതമലയിൽ ക്ഷേത്രം നിർമ്മിച്ചത്. പർവ്വതമലയുടെ 26 കിലോമീറ്റർ ചുറ്റളവ് ഒരു തവണ വലം വെച്ചാൽ കൈലാസ പർവ്വതം വലം വെച്ചതിന് തുല്യമായ ഫലം ലഭിക്കും. സൂര്യോദയവും സൂര്യാസ്തമനവും ഈ മലമുകളിൽ നിന്ന് ദർശിക്കാൻ കഴിയും. പർവ്വതമലയിലേക്കുള്ള കാട്ടുപാതയാണ് നമ്മളിപ്പോൾ കാണുന്നത്. 7 മണിക്ക് പ്രധാന കവാടത്തിൽ നിന്ന് യാത്ര തിരിച്ചവരാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മല കയറുന്ന ഭക്തർ രാത്രിയിൽ ക്ഷേത്രത്തിൽ തങ്ങി അടുത്ത പ്രഭാതത്തിൽ മലയിറങ്ങുന്നതാണ് പതിവ്. ശനി ഞായർ ദിവസങ്ങളിൽ ധാരാളം ഭക്തർ എത്താറുണ്ട്. കൂടുതലും ചെറുപ്പക്കാരാണ്. മലയിലേക്കുള്ള യാത്രയിൽ ധാരാളം സിദ്ധന്മാരുടെ ആശ്രമങ്ങളും അവർ പൂജിക്കുന്ന ദേവതകളെയും നമുക്ക് കാണാൻ സാധിക്കും. ഒരു ജന്മം മുഴുവൻ ആരാധനയിൽ ലയിച്ച് ജീവിക്കുന്ന സിദ്ധന്മാരുടെ, അതായത് സന്യാസിമാരുടെ അനുഗ്രഹം നേടാനുള്ള അവസരവും ഈ യാത്രയിൽ നമുക്ക് ലഭിക്കും. പർവ്വതമലയിലേക്കുള്ള യാത്ര നമുക്ക് നൽകുന്ന അനുഭവം വളരെ വലുതാണ്. പ്രകൃതി ഒരുക്കിയ മനോഹാരിതയും ഔഷധ സസ്യങ്ങളും നിറഞ്ഞ പർവ്വതമലയിലെ വായുവിന് പോലും അത്ഭുത ശക്തിയുണ്ട്. മയിലുകളും കാട്ടുപന്നികളും പാമ്പുകളുമൊക്കെയുള്ള വഴിയാണ്. അതിനായി ഓരോ പ്രത്യേക ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഭക്തരുടെ ശ്രദ്ധയ്ക്കായി.
പർവ്വതമല ആണ് നമ്മൾ കാണുന്നത്. നമ്മളെ അത്ഭുതപ്പെടുത്തും പർവ്വതമല, അതാണ് സത്യം. ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന വിഭൂതി, അതായത് ഭസ്മം, ഒരു വശത്തുകൂടി ഒഴുകിയിറങ്ങിയ ആ ഭാഗമാണ് നമ്മൾ മലമുകളിലെ വെളുത്ത ഭാഗമായി കാണുന്നത്. ധാരാളം ഭക്തർ എത്തുന്ന ക്ഷേത്രമാണിത്. വളരെ പ്രശസ്തമായും പുരാതനവുമായ ക്ഷേത്രമാണ്. പർവ്വതശിഖരത്തിലെ മല്ലികാർജുന സ്വാമിയെ നേരിട്ട് പൂജിക്കുന്നതിലൂടെ സർവ്വ പാപങ്ങളിൽ നിന്നും നമ്മൾ മോചിതരാകും. കാട്ടുപാത അവസാനിക്കുന്നതിൻ്റെ ഭാഗത്ത് ഒരു ശിവക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിനരികിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു ക്ഷേത്രം. ക്ഷേത്രത്തിൽ ഗോക്കളെ പരിപാലിക്കുന്നുണ്ട്. കാട്ടുപാതയിലൂടെ നടന്നെത്തുന്ന ഭക്തർ ആദ്യമായി എത്തുന്നത് ഇവിടെയാണ്. ഇവിടെ എത്തിയാൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ വിശ്രമിക്കാം. അതുപോലെ തന്നെ 24 മണിക്കൂറും അന്നദാനമുള്ള സ്ഥലമാണ്. ഒരുപാട് ചെറിയ ചെറിയ വാതിലുകൾ കടന്നാണ് നമ്മൾ മഹാദേവനെ തൊഴാനായി ശ്രീകോവിലിന്റെ അരികിലെത്തുക. വളരെ വലിയൊരു അനുഭവം നമുക്ക് സമ്മാനിക്കുന്ന ക്ഷേത്രമാണ്. പർവ്വതമലയിലേക്ക് പോകുന്ന ഭക്തർ ഇവിടെ വന്നു ഇവിടുന്ന് കഞ്ഞി കുടിക്കും. കൂടുതലും ഉച്ച സമയത്ത് മാത്രമാണ് ഭക്ഷണം ലഭിക്കുക. ബാക്കി സമയത്ത് കഞ്ഞിയാണ്. പരിപ്പ് ചേർത്ത് ഒരു അത്ഭുത കഞ്ഞി. കാരണം ഔഷധക്കഞ്ഞി എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം. പരിപ്പും ചേർത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന് മുന്നിൽ നന്ദികേശന്റെ വിഗ്രഹം. തൊട്ടരികിൽ തന്നെ അടുപ്പില് കഞ്ഞി റെഡിയാവുന്നുണ്ട്. ഒരു പാത്രത്തില് ഒരുവിധം തയ്യാറായി വന്ന കഞ്ഞിയാണ്. അടുത്തതിൽ കഞ്ഞി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ ഇവിടുന്ന് കഞ്ഞി കുടിച്ചതിന് ശേഷമാണ് പർവ്വതമലയിലേക്ക് യാത്ര തിരിക്കുക. അതേപോലെ കയറിപ്പോകുന്നവർ ഏത് സമയത്ത് വേണമെങ്കിലും തിരികെ ഇറങ്ങി വരാം. അതുകൊണ്ട് ഇവിടെ 24 മണിക്കൂർ ഭക്തർക്കായി കഞ്ഞി ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് കഞ്ഞി വിതരണം ചെയ്യുക. കഞ്ഞിയും അച്ചാറും ഉണ്ടാവും. ധാരാളം ഭക്തർ കഞ്ഞി കുടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വളരെ വല്ലാത്തൊരനുഭവമാണ്. വളരെയധികം ടേസ്റ്റ്, വളരെയധികം രുചികരമായ കഞ്ഞിയാണ്. പരിപ്പും അരിയും മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ ഒരുപാട് സാധനങ്ങൾ ഈ കഞ്ഞിയിൽ ചേർത്തിട്ടുണ്ട്. അതാണ് ഔഷധക്കഞ്ഞി എന്നറിയപ്പെടുന്ന. എല്ലാത്തരം ശരീരത്തിൻ്റെയും എല്ലാത്തരം തളർച്ചയും മാറ്റി നമുക്ക് ഉത്തേജനം നൽകുന്ന തരത്തിലുള്ള ഔഷധക്കഞ്ഞിയാണ് ഇവിടെ ലഭിക്കുക. വളരെ സുന്ദരമായ ക്ഷേത്രമാണ്. നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ കടന്നാൽ നമ്മളെ മുമ്പിൽ വെച്ച് തന്നെ നമ്മൾ കൊടുക്കുന്ന പൂജാദ്രവ്യങ്ങൾ അർപ്പിച്ച് പൂജ ചെയ്ത് അതിൽ നിന്ന് കുറച്ച് പൂപ്പ് നമുക്ക് തിരികെ തരുന്നത്, നമ്മുടെ നെറ്റിയിൽ വിഭൂതിയും ഭസ്മവും ചന്ദനവും എല്ലാം തൊട്ടു തരുന്നതുമായ ഒരു ക്ഷേത്രം. ഈ കഞ്ഞി കുടിച്ചതിന് ശേഷം പാത്രം എടുത്തുകൊണ്ട് ആദ്യം മരണം വന്നിട്ട് നമ്മൾ കഞ്ഞി വാങ്ങണം. കഞ്ഞി കുടിച്ച് ആ പാത്രങ്ങൾ കഴുകി വയ്ക്കണം. എത്രമാത്രം വലിയ വലിയ ചരുവങ്ങൾ ഇവയിലാണ് കഞ്ഞി തയ്യാറാക്കുക. എപ്പോഴും ഇവിടെ കഞ്ഞി തയ്യാറായിരിക്കും.
സാധാരണ നമ്മൾ കഞ്ഞി കുടിക്കുന്ന പോലെയല്ല. ഇവിടുന്ന് കഞ്ഞി കുടിച്ചതിന് ശേഷം നമ്മളുടെ മനസ്സിൽ നിൽക്കും വല്ലാത്തൊരു അനുഭവമാണ്, വല്ലാത്ത രുചിയുമാണ്. பகலமா 24 மணி நேரமும் முன்னெச்சரிக்கையில் நடந்திருக்காயே. பல இடத்துல பல கோடி மக்கள் மழையில் நாடி வராங்கம்மா. இவ்வளவு மக்களுக்கு 3,000 மக்கள். இது எல்லாமே மக்கள் அவங்களுடைய கஷ்டத்தை நினைச்சு குறைகளை நினைச்சு இந்த பெண்காலத்துல அன்னதானத்துக்கு அரிசிகள் கொடுப்பாங்க, பருப்பு கொடுப்பாங்க, எண்ணெய் கொடுப்பாங்க, காசு பணம் எல்லாமே செலுத்துவாங்க தாயே. இதம்மா மோதியை கஞ்சி. இது ஒரு பெரிய அதிசயமான கஞ்சி அம்மா. இது பல மொழி சிறந்தது தாகிறது. பல மொழி சிறந்த கஞ்சி அம்மா. இது மனசார சிவனை நினைச்சு கஷ்டத்தை நினைச்சு சிவனையே அந்த கஞ்சியை மொழியை நீங்க சாப்பிடுறீங்க அம்மா. கைவலி கால்வலி உடல்வலி தீராதவனு தீரும் அம்மா. திருவண்ணாமலை பெரிய கோயில் எங்க பார்த்தாலும் ஓட்டல செஞ்சுட்டாரு. இது சக்தி பெற்ற சஞ்சீவி பருவத மலை. இது ரொம்ப ரொம்ப சக்தி பெற்ற மலையம்மா. இவ்வளவு மக்களுக்கும் இரவும் பகலமா 24 மணி நேரம் உணவு தாயே. 6 മണിക്ക് മുമ്പ് തന്നെ പ്രധാന കവാടത്തിൽ ആൾക്കാരെത്തി ക്യൂ നിൽക്കും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വലിയ പരിശോധനയാണ്. ബാഗുകൾക്കുള്ളിൽ നമ്മൾ എന്തൊക്കെയാണോ കുപ്പിയും കുപ്പിവെള്ളം അങ്ങനെയുള്ള സാധനങ്ങൾ പ്ലാസ്റ്റിക് കവറിലുള്ളതൊക്കെ കൊണ്ടുപോകുന്ന അത് ഓരോന്നിനും ലിസ്റ്റ് തയ്യാറാക്കി അതിന്റെ പേരിലെല്ലാം ഒരു മതത്തിൽ വാങ്ങി അവർ വെക്കും. ആ കുപ്പിയൊക്കെ തിരികെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്യാഷ് അവർ റിട്ടേൺ ചെയ്യും. കാരണം വളരെ വൃത്തിയോടെയും പ്രകൃതിക്ക് കോട്ടം വരാത്ത തരത്തിലുമാണ് പർവ്വതമലയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു അനുഭവമാണ്. പർവ്വതമല പ്രിയപ്പെട്ടവരായ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ സ്നേഹിതർക്ക് ചാനലൊന്ന് പരിചയപ്പെടുത്തണം. മഹാദേവന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്തേ, വണക്കം. പർവ്വതമലയിലേക്കുള്ള പാതി വഴിയിലെത്തിയിട്ടുണ്ട്. മുകളിൽ പിന്നിൽ നമുക്ക് പർവ്വതമല കാണാം. ഈ പകുതി വഴി എത്തുമ്പോൾ തന്നെ മഹാദേവൻ്റെ ഒരു ക്ഷേത്രം പണിതിട്ടുണ്ട്. ആ ക്ഷേത്രത്തിൽ വളരെ വ്യത്യസ്തമായ പരിപ്പ് ചേർത്ത ഒരു കഞ്ഞി, വളരെ സ്വാദിഷ്ടമാണ്. ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നതാണ്. 24 മണിക്കൂർ 3 മണിയാകുമ്പോൾ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള കവാടം അടയ്ക്കുമെങ്കിലും ഇതിൻ്റെ മുകളിൽ പർവ്വതമലയ്ക്ക് മുകളിലേക്ക് പോയവർ രാത്രി മുഴുവൻ തിരികെ വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് എല്ലാവർക്കും അവർക്ക് ഈ കഞ്ഞിയും ഉച്ചയ്ക്ക് ഭക്ഷണവും ഇവിടെ കിട്ടുന്നതാണ്. വളരെ എല്ലാവരും പർവ്വതമലയിലേക്ക് വരുന്ന എല്ലാവരും ഇവിടെ എത്തി ഇവിടുന്ന് കഞ്ഞി കുടിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ടാണ് മലയിലേക്ക് പോവുക.